ഇന്നത്തെ വീഡിയോ ഒരു ഫാമിലി വ്ളോഗാണ്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഒറ്റയടിക്ക് എടുത്തതല്ല, 2-3 ദിവസത്തെ വീഡിയോകൾ ഒരുമിച്ച് ഒറ്റ വീഡിയോ ആക്കി മാറ്റിയതാണ് കേട്ടോ. ഷോപ്പിങ്ങും പെരുന്നാൾ ദിവസങ്ങളും അത് കഴിഞ്ഞിട്ട് നമ്മളെ പുറത്ത് പോക്കും ഒക്കെ കൂടെ ആയിട്ട് ചെയ്തൊരു ചെറിയൊരു വീഡിയോ, നമ്മളെ ഫാമിലി ടൈം ഫൺ ടൈം. അതിൻ്റെ അടുത്ത് മക്കൾ ഡാൻസ് കളിക്കുന്നതിന് അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ നോക്കാം. എന്നും വിചാരിക്കും മടിയൊക്കെ മാറ്റി നല്ലപോലെ വീഡിയോ ഇടണം, പക്ഷേ എന്താ നല്ല മടിയൊന്നും മാറിക്കിട്ടില്ല. ഇപ്പോൾ ഞങ്ങളത് പെരുന്നാളൊക്കെ അല്ലേ, ഇപ്പോൾ എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മാളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സുകൾ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസിലൊക്കെ ജസ്റ്റ് ഒന്ന് ഉൾപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ ഡ്രസ്സുകൾ കാണുമ്പോൾ നമ്മളൊരു ഈ ഡ്രസ്സ് എടുക്കാം, പിന്നെ ആയിരിക്കും നെക്സ്റ്റ് ഷോപ്പിലും ഒന്നും കൂടി പോയി നോക്കാം, അവിടുത്തും കൂടി നോക്കിയിട്ട് ഇവിടെ വന്നിട്ട് എടുക്കാമെന്ന്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കലുണ്ടോ എനിക്കറിയില്ല, എനിക്കങ്ങനെ പോകട്ടെ. പിന്നെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും, എന്ത് ഞാനിട്ട രസം ഉണ്ടാവും, അങ്ങനെ ആവുമോ ഇങ്ങനെ ആവുമോ എന്നുള്ള ഭയങ്കര എക്കസൊക്കെ വെക്കും. ഞാൻ പൊതുവേ ട്രയൽ റൂം ഉണ്ടാവുമല്ലോ, അവിടെ പോയിട്ട് ട്രയൽ ചെയ്യൂല. എന്തോന്നറിയില്ല, എനിക്ക് ഭയങ്കര മടിയാണ് ആ സംഭവം. വീട്ടിൽ വന്നിട്ടോ എൻ്റെ ട്രയലിങ്ങൊക്കെ നടക്കല്. പിന്നെ കെട്ടിയതിനെ സോപ്പിട്ടിട്ട് പ്ലീസ് ഇതൊന്നും മാറ്റണം എന്ന് പറഞ്ഞിട്ട് പിടിച്ച് വീണ്ടും കൊണ്ടുപോകും. അപ്പോൾ ഇതെല്ലാം മക്കൾക്കൊക്കെ ഡ്രസ്സ് എടുത്ത് എല്ലാവരും തന്നെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. പല ഷോപ്പിൽ കയറി ഇറങ്ങിയിട്ട് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഓരോ ഓഫർ പ്രൈസ് എന്നൊക്കെ ഉണ്ടിട്ടായിരുന്നു ചില ഷോപ്പിൽ, പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടുന്ന നല്ലതിനൊന്നും ഓഫർ ഉണ്ടാവില്ല. ആയിഷമോൾ ഇതേപോലെ ഈ ഫ്ലോറലൊക്കെ കണ്ടിട്ട് അത് ഇട്ടിട്ട് ഞാൻ നോക്കുന്നുണ്ട്. ഫാത്തിമക്ക് പിന്നെ ഇപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സുകളാണ് ഇഷ്ടം. ബോയ്സിനാണെങ്കിൽ ഇപ്പം അവർ പറഞ്ഞത് ബാഗി പാൻറ്റ്, അതുപോലെ ഓവർ സൈസ് ഡ്രസ്സ് അങ്ങനത്തെ ഒക്കെ ചിലപ്പോൾ നമുക്ക് ഇഷ്ടാവില്ല, പക്ഷെ അവരതാണ് അങ്ങനെ ഏതായാലും ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു മെച്ചാൻ്റെ മേലും കയറിയിരുന്നു കേട്ടോ. അവിടെ നിന്നൊക്കെ ഒരു ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായി, പക്ഷെ പ്രൈസ് നോക്കിയപ്പോഴോ കൊല്ലണ പ്രൈസ്. ഞാനത് അവിടെ വെച്ചു, അവിടെ വെച്ചു. ഈ ഫ്രണ്ടിൽ കാണുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഇഷ്ടമായത്. കണ്ടപ്പോൾ ഒരു അബായ മോഡലൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായി, നല്ല ക്ലോത്ത് ആയിരുന്നു കേട്ടോ. പക്ഷെ 499 അങ്ങനെ എന്തോ എന്നായിരുന്നു റേറ്റ്. അത്രയപ്പം ഞാൻ പറഞ്ഞു വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ചിന്തിച്ച് 3 ഡ്രസ്സ് വേറെ എടുക്കാമല്ലോ. അപ്പോൾ ഇതെല്ലാം ഡ്രസ്സ് എടുത്തിട്ടില്ല, ഞാൻ വേറെ ഡ്രസ്സായിട്ട് എടുത്തത്. അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഇന്നറൊക്കെ ഇട്ടിട്ട് ഒരു കഫ്താൻ മോഡലാണെന്ന് തോന്നുന്നു ഔട്ടറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സംഭവം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഹസ്ബൻഡ് പറഞ്ഞ് വേണമെങ്കിൽ എടുത്തോന്ന്. പിന്നെ കണ്ടോ 449 റംസ് ആയിരുന്നു അതിന്. അപ്പോൾ അതവിടെ വെച്ച് പോന്നിട്ടുണ്ട്. പ്ലെയിൻ ആണ് സംഭവം, പക്ഷേ ക്ലോത്തിൻ്റെ ക്വാളിറ്റി കൊണ്ടൊക്കെ ഒരു മാറിയിട്ടുണ്ടായത്. നല്ല മെറ്റീരിയലാട്ടോ, നല്ല ക്ലോത്ത്. അതിൻ്റെ നടുവിലൊരു വവ്വാലി. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഡെക്കറേഷൻ കാണാൻ. ഞാൻ ഹോം ബോക്സ് ഇവിടെ തപ്പി നടക്കുന്നു. ഹായ്, സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഭംഗിയുള്ള കേക്ക് സ്റ്റാൻഡ് കേട്ടോ, നല്ല ടാബ്സ്. ഗോൾഡ് സ്പൂൺ. എൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ സാധനം വാങ്ങിക്കുന്നില്ലെങ്കിലോ ഇങ്ങനത്തെ ഷോപ്പിൽ വെറുതെ കയറിയിട്ട് ഇങ്ങനെ ഇത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ചിലപ്പോൾ ശരി എന്തെങ്കിലും കുഞ്ഞ ഐറ്റംസൊക്കെ വാങ്ങിക്കൂട്ടാം, പക്ഷേ ഇങ്ങനെ പാത്രങ്ങൾ കാണാൻ, അത് അറേഞ്ച് ചെയ്ത് വെച്ച് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു പോവാൻ ടൈമില്ല, നമുക്ക് വേറെ പോകാനുള്ളതൊക്കെ പറയും. മൂപ്പർക്ക് പേടിയാണ് ഞാൻ എന്തെങ്കിലും എടുത്താലോ എന്ന് എഴുതിയിട്ട്. പക്ഷെ പൊതുവേ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ നോക്കും. പിന്നെ ഓഫറൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും മേടിക്കും കേട്ടോ. ഈ കുഞ്ഞു പാത്രങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എടുത്തിട്ടില്ല, എടുത്ത് നോക്കുകയാണ്, ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. നല്ല ഭംഗിയുള്ള വൈറ്റ്, പക്ഷെ കറാക്കും. പ്യൂർ വൈറ്റ് കേട്ടോ, പക്ഷെ എൻ്റെ മുളക് പറ്റില്ല.
ഞാൻ എനിക്കുള്ള കളക്ഷൻ ഒന്ന് നോക്കട്ടെ കേട്ടോ. അങ്ങനെ ഡ്രസ്സിൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം എനിക്ക് കുറച്ച് കൺമഷി മസ്കാര അങ്ങനത്തെ ഒക്കെ മേടിക്കാണ്ടായിരുന്നു. സെൻട്രൽ പോയിന്റിൽ തന്നെ ഓരോരോ സെക്ഷനിലായിട്ട് ഇങ്ങനെ സ്റ്റാഫ് നിൽക്കുന്നുണ്ടാവുമല്ലോ കോസ്മെറ്റിക്കിൻ്റെ. ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ പോയിട്ട് ഞാൻ ഓരോ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് മോള് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കാണിച്ചു കൊടുത്ത്. അതുപോലെ നല്ല ഡാർക്കായിട്ടുള്ള കൺമഷി ബ്ലാക്ക് നല്ല കളറുള്ളത് കൈമലൊക്കെ ഇട്ട് നോക്കിയിട്ടൊക്കെയാണ് വാങ്ങിച്ച വാട്ടർ പ്രൂഫാന്നൊക്കെ പറഞ്ഞ് നോക്കി ചെക്ക് ചെയ്തിട്ട് അതും ഒരു മസ്കാര മേടിച്ചു. അവിടുത്തെ സ്റ്റാഫ് നല്ല രീതിയിൽ മോൾക്ക് ഐലൈനറൊക്കെ ഇട്ട് കാണിച്ചു കൊടുത്തിരുന്നു കേട്ടോ. മസ്കാരയിലേതും ഒരു ഗോൾഡൻ ഐലൈനറാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നത്. പാർട്ടിക്കൊക്കെ നമ്മൾ പാർട്ടി ഫംഗ്ഷനൊക്കെ ഉണ്ടല്ലോ, അതായത് കല്യാണം, അതിനൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ടാവുമായിരുന്നു. അത് ആഴ്ചയിട്ടിരിക്കുന്നത് ആ സംഭവമാണ്. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാട്ടോ. അപ്പോൾ പോകുമ്പോൾ ജസ്റ്റ് മാളുടെ ഇത് നിർത്തുന്നുള്ളൂ. ചിലപ്പോൾ വെള്ളമായിരുന്നു നമ്മൾ പോയിട്ടിട്ടായിരുന്നത്. ഇത് പ്രമാണിച്ച് നമ്മളെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പരിപാടിയൊക്കെയാണ് അവർക്ക് കൊടുത്ത് പിന്നെ കുറച്ച് കാശ്വാസമല്ലോ അങ്ങനെ ആ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മക്കൾ ചെറുതായിട്ട് അവരുടേതായ കലാപരിപാടികളൊക്കെ അവിടെ നടത്തുന്നുണ്ടായിരുന്നു, അവരുടെ ഡാൻസ് കാര്യങ്ങൾ. You are looking like a flower blooming in my heart. You നാട്ടിൽ പോയിട്ട് കല്ലുമ്മ നല്ലിട്ട് ഹമൂദ് ഹബീബി ഹമൂദ് ഹമൂദ് ഹബീബി ഹമൂദ് ഹമൂദ് ഹബീബി ഹമൂദ് ഹമൂദ് ഹബീബി ഹമൂദ് ഹബീബി ഹമൂദ്. അങ്ങനെ സംഭവമൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ കൂടുമ്പോൾ അങ്ങനെ ഞങ്ങൾ രാത്രിക്കത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. രാവിലെ അയച്ചിട്ടുണ്ട്. ഇത് നമസ്കാരത്തിന് വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടി ഓടി പടഞ്ഞ് പോകട്ടോ. എത്രയൊക്കെ നേരത്തെ വെച്ചാൽ ആ ലാസ്റ്റ് ഒരു ഊട്ടിലൊരു ഓട്ടം എന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു ഓട്ടമാവുമല്ലോ. നല്ല അടിപൊളി മുല്ലപ്പൂ കക വാങ്ങിക്കൊടുന്നതായിരുന്നു. നല്ല മൊട്ട മുല്ലപ്പൂ ആയിരുന്നിട്ട് നല്ല സ്മെല്ലുണ്ടായിരുന്നു. എന്താ പറയുക, നല്ല ഫ്രഷ് മുല്ലപ്പൂ. അതിനെത്ര വർണ്ണിച്ചിട്ട് സത്യം പറഞ്ഞൊക്കെ മതിയാവണില്ല. നല്ല മുല്ലപ്പൂ ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വൈകിട്ട് ഇതുപോലെ മക്കളൊക്കെ ഒന്ന് ബീച്ചിലൊക്കെ പോയി ജസ്റ്റ് ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ ചായ സ്നാക്സ് അങ്ങനത്തെ കയ്യിൽ കരുതി. എൻ്റെ ബ്രദറും വൈഫും അവരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഭയങ്കര രസമായിരുന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കര രസമാട്ടോ. മക്കൾക്ക് ഇതിങ്ങനെ ഇറങ്ങി കളിക്കാനും നമ്മളെ നാട്ടിലത്തെ പോലെ ഭയങ്കര തിര ഉണ്ടാവുമല്ലോ ഇവിടുത്തെ കടലിന്, അത് കുറവും. പിന്നെ അതുപോലെ മക്കൾ ധൈര്യമായിട്ട് ഇവിടെ ഗാർഡൊക്കെ ഉണ്ടാവും കേട്ടോ, ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. ആർക്കാ 7 days വേണ്ടേ? ഇവിടെ നമ്മളെ 7 days മലയാളം പാടാണോ? ആരെ നടനാരാ നടന്? ഇതെന്താ വീടാണോ? കൊട്ടാരം വീട്ടിലെ ഒട്ടകട്ടിലെ പുട്ടനാണ്. ഇതെന്തോ ബോട്ടിലിങ്ങനെ പ്രഷർ തിരിച്ചിട്ട് അത് ഭയങ്കര എന്താ സംഭവം നിൽക്കാറില്ല, അങ്ങനെ പ്രഷർ കൊടുത്ത് ഇവർ തിരിക്കണം. എന്നിട്ട് ആ മൂടി ഇങ്ങനെ തുറക്കുമ്പോൾ ഭയങ്കര സൗണ്ടിൽ ഇങ്ങനെ ഒരു പുക പോണ പോലെ പോകും. അങ്ങനെ ചെയ്യാൻ നോക്കിയാട്ടോ ഇവർ പൊതുവെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ചെയ്യാപ്പോൾ തീറ്റി ഇങ്ങനെ എന്താ പറയുക, ഫ്ലോപ്പായി പോയി, ചീറ്റി പോയി. ശക്തി വേണ്ടാ, ആ ശരിയാണ്. പൊട്ടന ഓണാക്കുമ്പോ പോയില്ലേ, പുക പോയി, അതിനെ പുക.
അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഗേസ്. അപ്പം നമ്മളെ വീഡിയോ നിങ്ങളെ ബോറടിപ്പിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യണേ. കുറേ കഴിഞ്ഞിട്ടൊക്കെ വീഡിയോ ഇടണം. അപ്പോൾ പ്ലീസ് നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു. നമ്മളെ വില്ലയിൽ എന്താ പറയുക കുറച്ച് കുട്ടികൾ അവർ രാത്രിക്കത്തെ പരിപാടികളാട്ടത്. അപ്പോൾ ഇൻഷാല്ലാ ഇനി വേറൊരു വീഡിയോയിൽ കാണാം. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾ ഏത് വിശേഷങ്ങൾ കമൻറ്റ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.